കേരള വിഷന്റെ മൂന്നാമത്തെ എഡിഷൻ ഓഫ് ടെലിവിഷൻ അവാർഡ്. ഒരുപാട് സന്തോഷമുണ്ട്. ഗംഭീര ആക്ട്രസ് ആണ്. അവരുടെ കൂടെ അവരെ ഞാൻ മനസ്സിലാക്കിയതിന് വളരെ ആഗ്രഹമുണ്ട്. കല്യാണം ഇപ്പം സ്റ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ലെന്ന് പറഞ്ഞു. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് യുവ കലാകാരനെ നമുക്ക് അംഗീകരിക്കാം. മേഘ്ന വിൻസെന്റ്. ഓഡിയൻസ് പോളാണ്. ഓഡിയൻസ് വോട്ട് ചെയ്തിട്ടാണ് ഒരു മോസ്റ്റ് 2 വർഷം മുമ്പ് കേരള വിഷന്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അവാർഡാണ്. വെൽക്കം ടു കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് സീസൺ 3. ഒരു അവാർഡും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഉപ്പും മുളകും ഇപ്പം ഓരോ സീസണും കടഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ഒരു അവാർഡ് സ്വീകരിച്ചിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ? സോ ഐ എം റിയലി ഹാപ്പി ബിക്കോസ് വി ആർ ജസ്റ്റ് കംപ്ലീറ്റഡ്. ഡിസംബറിൽ തന്നെ നമ്മൾ 15-ാം തീയതി നമ്മൾ ഒരു 10 കൊല്ലം കഴിഞ്ഞു ഈ ഷോ തുടങ്ങിയിട്ട്. സോ ഐ എം റിയലി ഹാപ്പി, റിയലി താങ്ക് ദ വ്യൂവേഴ്സ് ആൻഡ് മോർ ദാൻ ദാറ്റ് ഐ തിങ്ക് സോ വി ഷുഡ് ആക്ച്വലി അറ്റ് ദിസ് മൊമെന്റ് താങ്ക് കേരള വിഷൻ ഫോർ awarding us this award and over and above all the audiences who have been continuously following us not only on the channel but also on digital media. Thank you very much. Thank you sir. Thank you so much. അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 ഫസ്റ്റ് അവാർഡ് കാറ്റഗറി മോസ്റ്റ് പോപ്പുലർ സീരിയൽ ആണ്. നമുക്ക് ആദ്യം അതിന്റെ നോമിനേഷൻസ് ഒന്ന് കണ്ടു നോക്കാം പ്ലീസ്. ഞങ്ങളുടെ നോമിനേഷൻസ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അവാർഡ് നൽകാൻ പോകുന്നത് നരയനാണ്. ആൻഡ് ഞങ്ങളുടെ 3rd എഡീഷനിലെ മോസ്റ്റ് പോപ്പുലർ സീരിയൽ ദി അവാർഡ് ഗോസ് ടു ഓൺ ടു ദ പ്രൊഫൈൽ. ഇതിൽ നിന്നും ആർക്കാണ് അവാർഡ് എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നു. പോപ്പുലർ സീരിയൽ ഞങ്ങളുടെ പോപ്പുലർ സീരിയൽ അവാർഡ് ഗോസ് ടു ഫ്ലവേഴ്സിന്റെ ഉപ്പും മുളകും എന്ന സീരിയലിനാണ്. ജനപ്രിയ സീരിയലിനുള്ള അവാർഡ് ഇവിടെ ഇതാ കരസ്ഥമാക്കുന്നത്. സോ ഉപ്പും മുളകും ടീമിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അവരോടൊപ്പം തന്നെ ഈ ഒരു അവാർഡിൽ ഇവിടെ ഇതാ അവാർഡ്സ് നൽകാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഫോർ ദ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ മിസ്റ്റർ ഷൈൻ സുരേന്ദ്രനാഥ്. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. കൂടാതെ തന്നെ ശ്രീ പ്രവീൺ മോഹൻ COA സ്റ്റേറ്റ് പ്രസിഡന്റ് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പുമുളകിൻ്റെയും COO ഫോർ ഫ്ലവേഴ്സ് TV സന്തോഷ് നായർ അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ കാറ്റഗറിയായ മോസ്റ്റ് പോപ്പുലർ സീരിയലാണ് ഞങ്ങളിവിടെ ഇതാ നൽകുന്നത്. ഫ്ലവേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന സീരിയലാണ് ഞങ്ങളുടെ ഈ ഒരു കാറ്റഗറിയിൽ ഇവിടെ ഇതാ വിന്നേഴ്സായി മാറിയിരിക്കുന്നത്. ഞങ്ങളുടെ മിസ്റ്റർ ഷൈൻ സുരേന്ദ്രനാഥൻ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തെയും കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. മെമെൻറ്റോ നൽകി ഞങ്ങളുടെ അവാർഡ് ഇവിടെ ഇതാ നരയനാണ് ആദ്യത്തെ അവാർഡ് നൽകുന്നത്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും എന്ന സീരിയലിന് ജനപ്രിയ സീരിയലിനുള്ള അവാർഡാണ്. നരയൻ തന്നെ ഞങ്ങളുടെ ടാപ്പി നൽകുന്ന ഒരു ഗിഫ്റ്റും കൂടി നൽകുകയാണ്. നരയൻ ടാപ്പി നൽകുന്ന ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് നൽകുന്നു. പ്രശംസാപത്രം സമ്മാനിക്കുന്നത് മിസ്റ്റർ ഷൈൻ സുരേന്ദ്രനാഥ് മാനേജിംഗ് ഡയറക്ടർ ഫോർ ദ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് തൃശ്ശൂരിന്റെ. ഞങ്ങളുടെ കേരള വിഷന്റെ ഉപഹാരം നൽകുന്നു ശ്രീ പ്രവീൺ മോഹൻ സ്റ്റേറ്റ് പ്രസിഡന്റ് COA. ആൻഡ് ഉപ്പും മുളകും ഇത്രയും കാലമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഡിജിറ്റൽ മീഡിയയിലായാലും ടെലിവിഷനിലായാലും വളരെ സക്സസ്ഫുൾ ആയിട്ട് റണ്ണിംഗ് ആണ്. സർ, എന്താണ് ഇതിൻ്റെ ഒരു സക്സസ് മന്ത്രം? എന്താണ് ഉപ്പുമുളകിൻ്റെയും? Firstly, thank you Kerala Vision for recognizing Flowers TV's Uppum Malgum and now giving us as a best serial award over here. Actually December മാസമാണ് 2015 Uppum Malgum തുടങ്ങിയത്. So it's actually 10 years and the right time to get awarded for the show. Thank you once again Kerala Vision and thank you all the viewers who continuously watching our show. Thank you very much. Thank you so much, sir. So Ineem, all the wishes from all our end. Thank you so much for being here tonight.
ഓക്കെ, സോ നമ്മുടെ കേരള വിഷന്റെ 3rd സീസണിലെ ടെലിവിഷൻ അവാർഡ് 3rd സീസണിൽ നമ്മുടെ പ്രിയപ്പെട്ട കേശു ആണ്, വേറെ ഒരു പേരിൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ വളർന്ന് വലുതായി ഈ ഒരു വലിപ്പം വരെ എത്തി. ബട്ട് സ്റ്റിൽ നമ്മൾ അതുപോലെ തന്നെയാണ് കാണുന്നത്. എന്ത് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരെ കാണുന്ന സമയത്ത് അവർ സ്വീകരിച്ചത്? ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ ഇത്രയും കൊല്ലം നമ്മളെ അവരുടെ ഒരു വീട്ടിലെ അംഗത്തിനെ പോലെയാണ് കാണുന്നത്. അതിൽ തന്നെ ഒരുപാട് സന്തോഷം. നമ്മൾ ഇനിയും തുടർന്നും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നന്ദി. സ്റ്റേജിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് കാണുന്ന സമയത്ത്? ഹൗ ഡു യു ഫീൽ? ശരി, വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം എനിക്ക് 18 വയസ്സിന് ശേഷം കിട്ടുന്ന ആദ്യത്തെ അവാർഡാണ് കേരള വിഷൻ. ഇത് കഴിഞ്ഞിട്ട് വേറൊരു അവാർഡ് എനിക്ക് കിട്ടിയായിരുന്നു, നമ്മുടെ രാമു കരട് സാറിൻ്റെ പേരിലുള്ള അവാർഡ്. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. താങ്ക് യു. ബെസ്റ്റ് ആക്ടർ ഇൻ എ കോമഡി റോളിലാണ് ഹാസ്യ നടൻ. എഗെയിൻ ഈ ഒരു കാറ്റഗറിയിൽ ഒരു വിജയി കൂടി നമുക്കുണ്ട്. നമുക്കതിൻ്റെ നോമിനേഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ നോമിനേഷൻസ്. ഇതിൽ നിന്നും ഞങ്ങളുടെ ഒരു ഹാസ്യതാരത്തെ കൂടി ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതാരാണ് ആ വിന്നർ എന്ന് നമ്മൾ അറിയുന്നു. ഓൺ ദ കൗണ്ട് ഡൗൺ ഫോർ 3, 2, 1, ഗോ. ഫ്ലവേഴ്സ് ടിവിയുടെ ഉപ്പും മുളകും എന്ന സീരിയലിലെ അൽ സാബിത്തിനാണ് ഞങ്ങളിവിടെ ഇതാ ഈ ഒരു അവാർഡ് നൽകുന്നത്. മികച്ച ഹാസ്യ നടനായി മാറിയിരിക്കുന്നു അൽ സാബിത്താണ് ഞങ്ങളുടെ ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും എന്ന സീരിയൽ. അൽ സാബിത്ത് പ്ലീസ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് യുവ കലാകാരനെ നമുക്ക് അംഗീകരിക്കാം. പ്രശംസാപത്രം നൽകുന്നതിലായിട്ട് മിസ്സസ് ശ്രുതി വിജയൻ, മാർക്കറ്റിംഗ് ഹെഡ്, ആൻഡ് മിസ്സസ് വൈശാഖ്, ദ ബ്രാൻഡ് മാനേജർ ഫോർ ദ ക്യൂട്ടിസ് ഇന്റർനാഷണൽ. ഇരുവരും ചേർന്നാണ് നൽകുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ക്ലയൻസിൽ ഒന്നാണ് ക്യൂട്ടിസ് ഇന്റർനാഷണൽ. സോ കേരള വിഷന് വേണ്ടി ഉപഹാരം സമർപ്പിക്കുന്നത് മിസ്റ്റർ ജ്യോതികുമാർ ആണ്. അദ്ദേഹമാണ് ഉപഹാരം സമർപ്പിക്കുന്നത്. സോ അൽ സാബിത്താണ് ഹാസ്യ താരം. ഒരുപാട് നമുക്കറിയാം അൽ സാബിത്തിനെ പറ്റി. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കഠിനാധ്വാനം കൊണ്ട് സ്വന്തം പ്രയത്നത്തിലൂടെ വീടും കാറുമൊക്കെ സ്വയമായി നേടിയ ഒരു കലാകാരൻ കൂടിയാണ് അൽ സാബിത്ത്. വീണ്ടും അവാർഡ്സ് ഇങ്ങനെ ഏറ്റുവാങ്ങി മുന്നേറുമ്പോൾ എന്ത് തോന്നുന്നു മോനെ? ഒരുപാട് അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്ക് കിട്ടിയത് മൊത്തം എവിടെ ചേച്ചി ഇതുവരെ എനിക്ക് കിട്ടിയത് മൊത്തം ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ്സ് ആയിരുന്നു. എനിക്കിപ്പം 18 വയസ്സ് താണ്ടി ഈ കഴിഞ്ഞ മെയിൽ അങ്ങോട്ടായി, ഞാൻ പുരുഷുമായി. അപ്പോൾ അങ്ങനെ 18 വയസ്സിന് ശേഷം എനിക്ക് കിട്ടുന്ന ആദ്യത്തെ അവാർഡ് നമ്മുടെ കേരള വിഷൻ്റെ ടെലിവിഷൻ അവാർഡ് തന്നെയാണ്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിനുള്ള നന്ദി സ്നേഹവും ഞാൻ കേരള വിഷനോടും എല്ലാവരോടും ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. ഒപ്പം എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ നന്ദി സ്നേഹവും, എന്നെ കുടുംബാംഗമായി ഇത്രയും കൊല്ലമായിട്ട് എൻ്റെ കുടുംബാംഗമായി കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ സ്വന്തം ഫ്ലവേഴ്സ് ചാനൽ, നമ്മുടെ ഉപ്പുമുളകിൽ എനിക്കിങ്ങനൊരു ചാൻസ് എന്ന് എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഫ്ലവേഴ്സ് ചാനലിലും, ഒപ്പം ഉപ്പുമുളകിനും അതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും, ഗുരുക്കന്മാർക്കും, പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാലവും എൻ്റെ കൂടെ കട്ടക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി സ്നേഹവും ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ നൽകുകയാണ്. താങ്ക് യു ഓൾ. തീർച്ചയായിട്ടും അൽ സാബിത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ, എത്ര വയസ്സിലാണ് മോനെ തുടങ്ങുന്നത്? ഇപ്പോൾ ഒരു 10 years ആയി ഉപ്പുമുളകം തുടങ്ങിയിട്ട്. ഒരു എനിക്ക് 8 വയസ്സുള്ളപ്പോൾ, ഇപ്പം 18 വയസ്സായി. 8 വയസ്സ് കറക്റ്റ്. 10 വർഷമായി യാത്ര. ഒരു ചെറിയ നമുക്കൊന്ന് മൂഡ് വൈബ് പിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു അടിപൊളി പാട്ടിൻ്റെ ഒരു 2 വരി പെട്ടെന്ന് നമുക്ക് ഈ ഒരു വൈബ് ചേഞ്ച് ഓവർ ചെയ്യാനായിട്ട്. ഞാനോ? യെസ്, എനിത്തിങ്. പൊതുവെ പറ്റുന്ന സാധനം, ഞാൻ ഒരു പാട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ച് നടക്കാറുണ്ട്. ഇപ്പം ഞാൻ ആ പാട്ട് പാടിക്കാൻ നാട്ടുകാർ വീട്ടിൽ കയറി ഇടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പാടിക്കോടാ. എന്നാലും അത് തന്നെ പാടാം. ഓക്കെ, ഒന്ന് കൂടെ കൈയടിച്ചേക്കണേ. ഓക്കെ, സൂപ്പർ. ഒരു കൈയടി കൊടുത്തേ അൽ സാബിത്തിന്. യെസ്. വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞേ ആറ്റക്കിളി കൂകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കാലിമെയ്യുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ പറിച്ചു നടക്കാം, കാറ്റിൻ പാദസ്വരങ്ങൾ കീലുക്കാം, കാറ്റിൻ മഞ്ചാടിക്കുന്നിലേറാം, വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. താങ്ക് യു.
അപ്പോൾ വീടായി, കാറായി, ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് അൽസാബിത്തെ? ഫ്യൂച്ചർ പ്ലാൻസ് കല്യാണം എന്നൊന്നും നീ പറയരുത്. അത് കല്യാണം എന്നൊന്നും പറയരുത്. 18ആയി, വീടും കാറും ഒക്കെ ഇനി കല്യാണം എന്ന് ഒരിക്കലും പറയരുത്. എന്താ അങ്ങനെ ഒരു ടോക്ക്? ഓ അവിടെ ഇരിക്കുന്നുണ്ടാ എൻ്റെ സാക്ഷാൽ അമ്മ. അമ്മയെ നോക്കണം, അത് തന്നെ നമ്മുടെ മെയിൻ ഫ്യൂച്ചർ പ്ലാൻ. നമുക്ക് രക്ഷപ്പെട്ട് ഫിലിംസ്, എല്ലാവരുടെയും ഫ്യൂച്ചർ പ്ലാൻ ഉള്ള പോലെ തന്നെ ഫിലിംസ് ചെയ്യുക. ഞങ്ങളുടെ ഉപ്പുമുളകും നമ്മുടെ സന്തോഷ് സാർ ഇരിപ്പുണ്ട്. സാറേ നമുക്കൊരു 10 കൊല്ലം കൊണ്ടുപോണ്ടേ? 20 കൊല്ലം. ഓക്കെ, 20 കൊല്ലം കൂടെ സാറ് തന്നെ സാറിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉപ്പുമുളകിനെയും എന്നെയും ഇത്രയും കൊല്ലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു. പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ അമ്മയെ സ്റ്റേജിൽ എടുത്ത് വേണമെങ്കിൽ അമ്മയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് 2 വാക്ക്. എവിടെ എൻ്റെ ഡയറക്ടർ സാറാണ് അതിൻ്റെ കോൾ തരേണ്ടത്. ഡയറക്ടർ സാർ, ഓക്കെ, അമ്മേനെ കൂടെ ഞങ്ങൾ പെട്ടെന്നൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിത് പെട്ടെന്നാക്കുന്നത്, വേറെ ഒന്നുമല്ല. സോ അമ്മ എന്തിയേ? അമ്മയാണ് ഇതോടെ വഴി അറിയാതെ നടുക്കിക്കണത്. അമ്മയ്ക്കൊരു കയ്യടി എടുത്ത് വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്തേ. അൽസാബത്തിൻ്റെ അമ്മയാണ്. സോ ഇനി അടുത്തത് സിനിമയാണ്, പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കുടുംബം നോക്കുന്നത് മൊത്തം അൽസാബത്താണ്, മകനാണെന്ന് നമുക്കറിയാം. ഒരു പ്രൗഡ് അമ്മയാണ്. സോ അവാർഡ് വാങ്ങിയ സമയത്ത് എന്താണ് പറയാനുള്ളത്? മകനെ നോക്കി എന്താ പറയാനുള്ളത് ഈ ഒരു മൊമെന്റിൽ? ഒരുപാട് സന്തോഷം എന്നെനിക്ക് പറയാനുള്ള വാക്കുകളില്ല. കാരണം 18 വയസ്സിന് ശേഷം അവനിപ്പോൾ ഇറങ്ങിയപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ പ്രായപൂർത്തിയായതിനു ശേഷം കിട്ടുന്ന ആദ്യത്തെ അവാർഡാണ്. അതുമാത്രമല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് അവന് നൽകിയ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എന്നും എൻ്റെ മകനോടൊപ്പം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു.